പ്ലസ് ടുവിൽ പഠിക്കുന്ന എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറയാനാണ് സാർ ഇന്ന് ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇങ്ങനെ ഒരു ചോദ്യം എങ്ങനെ 4 തന്ന് 3 ഉത്തരം എഴുതാനും അത് അരപ്പുറത്തിൽ എഴുതാനുമായിട്ടുള്ള ചോദ്യം നിങ്ങൾക്കുണ്ടാകും. തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള 100% ഷുവർ ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. 100% സാധ്യതയുള്ള ചോദ്യമാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊക്കെ സംശയം, എല്ലാവർക്കും സംശയമുള്ള ഒന്നാണ് ഈ അരപ്പുറം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് കൃത്യമായി അരപ്പുറം കണക്കാക്കി എഴുതുക, അരപ്പുറം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ എഴുതണം എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് തീർക്കാനും ഈ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഞാൻ 100% ഉറപ്പ് പറയുന്നു, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിങ്കളാഴ്ചത്തെ പരീക്ഷയ്ക്ക് ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരവുമാകും, എങ്ങനെ എഴുതണം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഓക്കെ മക്കളെ, അപ്പം നോക്കൂ, അരപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ഒരു മെയിൻ ഷീറ്റിൻ്റെ പകുതിയാണ് നമ്മൾ അരപ്പുറം എന്ന് പറയുക. എന്നാൽ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യങ്ങളിലധികവും അരപ്പുറത്തിൽ ഉത്തരം തീരുന്നവയല്ല. മിക്കവാറും നിങ്ങൾ ഒന്ന് വലിച്ചു നീട്ടി എഴുതുമ്പോൾ ഒരു 3/4 പുറം എന്തായാലും വരുന്ന ചോദ്യങ്ങളാണ് പലപ്പോഴും. 3/4 പുറമായാലും നിങ്ങൾ പേടിക്കേണ്ടതില്ല, അയ്യോ കൂടിപ്പോയോ എന്നില്ല. അരപ്പുറം എന്നൊരു ഇത് വെക്കുന്നത് എന്തുകൊണ്ടാണോ, വാരി വലിച്ചെഴുതി നല്ല ചോദ്യങ്ങൾ, മറ്റ് ചോദ്യങ്ങൾ എഴുതാനുള്ള നിങ്ങളുടെ സമയം നിങ്ങൾ അപഹരിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് അരപ്പുറം, ഒരു പുറം എന്നീ ഒരു പരിമിതി വെക്കുക, അല്ലെങ്കിൽ ഒരു പരിധി വെക്കുന്നത്. മക്കളിനി നിങ്ങൾക്ക് അരപ്പുറത്തിൽ കഴിയുമ്പോൾ, അരപ്പുറം കഴിഞ്ഞ് നിങ്ങൾക്ക് ഉത്തരം എഴുതാനുണ്ടെങ്കിൽ തീർച്ചയായും ഒരു 3/4 പുറം വരെ പോകാം. എന്നാൽ നിങ്ങളുടെ സമയം അധികം കൊല്ലില്ല. പിന്നെ അരപ്പുറത്തിലേക്ക് എങ്ങനെ നമുക്ക് ചുരുക്കാം, പ്രധാന പോയിന്റുകൾ ഉൾപ്പെടുത്തിയുള്ള വാക്യങ്ങളാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളൊക്കെ വായിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ ഓരോ ചോദ്യത്തിനും ഏറ്റവും ഉചിതമായ ആശയം ഉൾക്കൊള്ളുന്ന പോയിന്റുകളെ ആദ്യം കണ്ടെത്തുകയും ആ പോയിന്റിനെ വാക്യങ്ങളാക്കി മാറ്റുമ്പോൾ അരപ്പുറത്തിൽ ഒതുങ്ങുകയും ചെയ്യും. വായിക്കുന്ന ഒരു അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം ആ പറഞ്ഞിരിക്കുന്ന ചോദ്യത്തിൻ്റെ കൃത്യമായ കണ്ടൻറ്റ് നിങ്ങൾ ഉത്തരത്തിലുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ അരപ്പുറത്തിൽ കവിയാതെ എഴുതാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും, മുഴുവൻ മാർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത്, കൂൾ ഓഫ് ടൈമിൽ ചോദ്യങ്ങൾ കൃത്യമായി വായിക്കും, അതിന് പോയിൻ്റ് കണക്കാക്കി അല്ലെങ്കിൽ പോയിൻ്റുകളായിട്ട് 4-5 പോയിൻ്റുകളിൽ ഒരു ഉത്തരം കണ്ടെത്തി മനസ്സിൽ സൂക്ഷിക്കുക. ആ പോയിൻ്റുകളെ വാക്യങ്ങളാക്കി എഴുതുമ്പോൾ കൃത്യമായ ആശയത്തിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട. അരപ്പുറം ഒരു പുറമൊക്കെ വരുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ്. 6 മാർക്കിനാണെങ്കിൽ 6 പോയിൻ്റ് നിങ്ങൾ അതിനുള്ളിൽ ഉണ്ടാവണം. 6 പോയിൻ്റ് ഉണ്ടാവണം. 6 പോയിൻ്റുകളാക്കുമ്പോൾ 6, 7, 8 വാക്യങ്ങളാകുമ്പോൾ എന്തായി മാറും, ആ 6 പോയിൻ്റ് അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടും. പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ, അല്ലേ, എഴുത്തുകാരനെക്കുറിച്ചും ചോദ്യത്തെക്കുറിച്ചുമുള്ള ഒരു ചെറിയ ആമുഖം വേണം, ഒരു എൻഡിങ് വേണം. ആ ഉത്തരം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു വാക്യത്തിലുള്ള എൻഡിങ്ങും വേണം. ഇങ്ങനെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ, നല്ല പോയിൻ്റ് ബേസ് ആയിട്ടുള്ള 6-7 പോയിൻ്റുകൾ ഉൾപ്പെടുന്ന ഒരു ഖണ്ഡിക അല്ലെങ്കിൽ പാരഗ്രാഫ്, ചെറിയൊരു കൺക്ലൂഷൻ. ഇത് വരുമ്പോൾ അരപ്പുറം മാക്സിമം 1-2 വരി കൂടിയെങ്കിലേ ഉള്ളൂ മക്കളെ. അപ്പം നിങ്ങൾക്ക് കൃത്യമായ കണ്ടൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഉത്തരം അതിലുണ്ടാകും. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കൂൾ ഓഫ് ടൈം നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കണമെന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി മാതൃഭാഷാ പഠനം വെറും ഭാഷാ പഠനം മാത്രമല്ല, അത് ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന പ്രക്രിയയാണ്. ECG സുദർശനൻ ആമുഖമായി പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണത്. എഴുത്തകത്തിൻ്റെയോ മറ്റോ ആമുഖമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. കാരണം തൻ്റെ സയൻസ് ഗവേഷണങ്ങൾക്കും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായത് ഭാഷാ ക്ലാസ്സിലെ മാതൃഭാഷാ പഠനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ECG സുദർശനൻ ആ പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത് ആദ്യം നിങ്ങൾക്ക് ചെറുവാക്യമായി നിങ്ങളുടെ മനസ്സിലുണ്ട്. അതിന് നിങ്ങളുടെ അഭിപ്രായം, ഈ അഭിപ്രായത്തിൽ സാധുത പരിശോധിക്കുക. നിങ്ങളുടെ മാതൃഭാഷാ പഠനം പലപ്പോഴും ഭാവനയുടെ ലോകത്തേക്ക് നമ്മെ നയിച്ചിട്ടുണ്ടോ എന്ന് എഴുതുക. ഭാവനയുടെ ലോകത്തേക്ക് നമ്മെ നയിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഭാവനയുടെ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് സയൻസും മറ്റുള്ള വിഷയങ്ങളിലേക്കൊക്കെ, ഗവേഷണങ്ങളിലേക്കൊക്കെ നമ്മെ വഴി തിരിച്ചുവിടാൻ പ്രാപ്തമാക്കുന്നത് ആ ഭാവനയാണ്. മാതൃഭാഷാ ക്ലാസ്സുകളിൽ മാത്രം സ്വായത്തമാക്കാൻ കഴിയുന്ന ഒന്നാണ്
ഭാവനയുടെ ലോകമെന്ന് പറയുന്നത്. അയാളൊരു തെരുവിലൂടെ നടന്നു പോകുന്നു, ആ തെരുവിൻ്റെ ഇരുഭാഗത്തും ഉയർന്നു പൊങ്ങി നിൽക്കുന്ന കെട്ടിടങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു ഭാവനയുടെ ലോകത്തേക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അതും മാത്സിനോ മറ്റ് സയൻസ് വിഷയങ്ങൾക്കോ പറ്റില്ല. എന്നാൽ ആ ഭാവനയെ വികസിപ്പിച്ചെടുത്താൽ പലപ്പോഴും അത് സയൻസ് വിഷയങ്ങൾക്ക് ഉപകാരപ്രദമാകും. അതാണ് അങ്ങനെയുള്ള പോയിന്റുകളാണ് ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരമാക്കി എഴുതേണ്ടത്. അപ്പോൾ കണ്ടൻറ്റ് ബേസ്ഡ് ആവുകയും ചെയ്യും. അധികം വലിച്ചു വാരി എഴുതാതെ ഏറ്റവും കൂടുതൽ അരപ്പുറം ഒരു പുറത്തിൻ്റെയൊക്കെ എഴുതുമ്പോൾ മക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആവർത്തന വിരസതയില്ലാതെ എഴുതാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആവർത്തന വിരസതയില്ലാതെ എഴുതാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി എഴുത്തച്ഛൻ്റെ ശകുന്തള അല്ലേ, ശകുന്തള തീർച്ചയായിട്ടും അധ്യാത്മരാമായണം ശാകുന്തളോപാഖ്യാനം എന്ന് പറയുന്ന ഭാഗത്ത് എഴുത്തച്ഛൻ്റെ ശകുന്തള എന്ന് പറയുന്നത് ശക്തമായ സ്ത്രീ കഥാപാത്രമാണ് അല്ലേ. തൻ്റെ തൻ്റെ പാതിവൃത്യത്തെയും തൻ്റെ സ്വഭാവത്തെയും നിന്ദയോടെ കണ്ട തൻ്റെ വ്യക്തിത്വത്തെ അവഹേളിച്ച ദുഷ്യന്തൻ അതൊരു മഹാരാജാവായിരുന്നിട്ട് പോലും കൃത്യമായി തൻ്റെ ഇടത്തോടെ പറയാനുള്ള, തല ഉയർത്തി നട്ടല്ലുയർത്തി പറയാനുള്ള ആർജവം കാണിച്ച കഥാപാത്രമാണ് ശകുന്തള എന്ന് പറയുന്നത് അല്ലേ. വിരൂപന് കണ്ണാടി കാണുമ്പോഴും മാത്രമാണ് തൻ്റെ മുഖം സുന്ദരമാണെന്നുള്ള ചിന്തയുണ്ടാകൂ. അതുപോലെ മനസ്സിൻ്റെ വൈരൂപ്യമാണ് അല്ലേ. നല്ലവനെപ്പോഴും ദുഷ്ടന്മാരെപ്പോലും അവഹേളിക്കില്ല, എന്നാൽ ദുഷ്ടൻ നല്ലവനെപ്പോലും അവഹേളിക്കും തുടങ്ങിയുള്ള പദപ്രയോഗങ്ങളിലൂടെ കുറിക്കൊള്ളുന്ന വാക്കുകളിലൂടെ തന്നെ അവഹേളിച്ച ദുഷ്യന്ത മഹാരാജാവിന് കൃത്യമായ മറുപടി കൊടുക്കാൻ ശകുന്തള ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ശാകുന്തളോപാഖ്യാനത്തിലെ ശക്തമായ കഥാപാത്രമാണ് ശകുന്തള എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കണ്ടോ നിങ്ങൾ, ഉത്തരം ചുരുങ്ങി, എന്നാൽ തന്നിരിക്കുന്ന ചോദ്യത്തോട് 100% നീതി പുലർത്താൻ നമുക്ക് സാധിച്ചു. അങ്ങനെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമുക്ക് വേണ്ടത് എന്നുകൂടി മക്കൾ ശ്രദ്ധിക്കുക. പിന്നെ ആൾക്കൂട്ടത്തിൽ തനിച്ചായി പോകുന്ന ആധുനിക മനുഷ്യൻ്റെ വിഹ്വലതകളാണ് അവകാശങ്ങളുടെ പ്രശ്നം അല്ലേ. ദിവാകരൻ എന്ന് പറയുന്ന കഥാപാത്രം മുഴുവൻ സമയത്തും ആൾക്കൂട്ടത്തിൽ തനിച്ചായി പോകുന്നവൻ്റെ വേദനയുടെ പ്രതീകമായിട്ടാണ്. അവസാനം പടമായി പൊതിഞ്ഞു പോകപ്പെടേണ്ടി വരുന്ന വ്യക്തിത്വത്തെ അവഹേളിക്കപ്പെടുന്ന അല്ലെങ്കിൽ അസ്വസ്ഥമാക്കുന്ന ഏകാന്തതയാണ് അവകാശങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്ന പാഠം മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ചുരുക്കി ആശയത്തെ പൂർണ്ണ രൂപത്തിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ വേണം എൻ്റെ കുഞ്ഞുമക്കൾ അത് എഴുതാനായിട്ട്. ഇനി അവതരിപ്പിക്കുന്ന അഭിപ്രായം, നല്ലനായിരിപ്പവൻ നല്ലത് ഗ്രഹിച്ചിടും. ദയാബായിയുടെ അനുഭവം അല്ലേ. ദയാബായി നമുക്കറിയാം, ദയാബായിയുടെ കഥ നമ്മൾ കണ്ടതാണ്. ഒരു രോഗിയെ പരിചരിക്കാൻ മറ്റുള്ളവരെ കറുപ്പോടും വെറുപ്പോടും കൂടി കണ്ട സമയത്ത് തൻ്റെ ജീവിതം പോലും അശരണർക്ക് വേണ്ടി മാറ്റിവെച്ച, നല്ലത് കാണുന്നവനെപ്പോഴും നല്ലത് ചിന്തിക്കുന്നവനെപ്പോഴും നല്ല രൂപത്തിൽ പ്രവർത്തിക്കുമെന്നതിൻ്റെ ശക്തമായ ഒരു പ്രതിനിധിയാണ് ദയാബായി. ദയാബായിയുടെ കുറിച്ചുള്ള ആ ഒരു പാരഗ്രാഫ് മക്കൾ കൃത്യമായി വായിക്കുക. എന്നിട്ട് ദയാബായിയുടെ പ്രവർത്തനങ്ങൾ ശരിക്കും നല്ലനായിരിപ്പവൻ നല്ലത് ഗ്രഹിക്കുമെന്ന് പറഞ്ഞ നന്നായിരിക്കുന്നവൻ, മനസ്സിൽ നന്മ സൂക്ഷിക്കുന്നവൻ എന്തിനും ഏതിനും നല്ലത് മാത്രമേ കാണൂ. മനസ്സിൽ തിന്മയുടെ വിത്ത് പാകിയവന് കാണുന്നതൊക്കെ തിന്മയായിരിക്കും അല്ലേ. അതൊരു വലിയ കാര്യമാണ്. കാരണം ദയാബായി എന്ന് പറയുന്ന കഥാപാത്രം അതാണ്. ആതുര സേവന രംഗത്ത് മറ്റുള്ളവർ അടുക്കാൻ മടിക്കുന്ന രോഗികളെപ്പോലും സ്നേഹത്തോടെ ശുശ്രൂഷിക്കുന്ന, തൻ്റെ ജീവിതം മറന്ന് തൻ്റെ ജീവൻ മറന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദയാബായിയെ പോലുള്ളവർക്ക് ഏറ്റവും ഉചിതമാണ് നല്ലനായിരിപ്പവൻ നല്ലത് ഗ്രഹിക്കുമെന്നുള്ള ആ വാക്യം എന്നുള്ളത്. അങ്ങനെ ആയിരിക്കണം. അപ്പോൾ മക്കൾക്ക് 4 മാർക്കിൻ്റെ ചോദ്യം എഴുതാൻ എങ്ങനെ എഴുതണമെന്ന് കൃത്യമായോ? അരപ്പുറം എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിനെ എഴുതേണ്ടത് നോക്കിയാണോ മക്കളെ? ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ചോദ്യം, 1-2 ചോദ്യം എൻ്റെ മക്കൾക്കുണ്ടാകും. അപ്പോൾ ആശയം മനസ്സിലാക്കുക. കൂൾ ഓഫ് ടൈമിൽ തന്നെ 5-6 പോയിൻ്റ് ഉള്ള ഒരു കണ്ടൻറ്റ് മനസ്സിൽ സൂക്ഷിക്കുക. അതിനെ വാക്യങ്ങളാക്കുക. നീട്ടിപ്പരത്തി വലിയ ആവർത്തനങ്ങളോടെ വലുതാക്കുകയല്ല, പകരം തന്നിരിക്കുന്ന ചോദ്യങ്ങളോട് 100% നീതി പുലർത്തുന്ന ഉത്തരമായി എഴുതാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ തന്നെ ആ പോയിൻ്റ് ബേസ്ഡായുള്ള വാക്യങ്ങളാകുമ്പോൾ ആ വാക്യത്തിനുള്ളിൽ തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ആശയം പൂർണ്ണ രൂപത്തിൽ അടങ്ങിയിരിക്കും. അങ്ങനെ വേണം അത് എഴുതാൻ.
ഓക്കെയാണ് മക്കളെ. അപ്പോൾ മറ്റൊരു ചോദ്യവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും മക്കളെ, ബൈ.